whoever behind this attack, whether it's an individual or a nation, no matter where they are hiding, we will find and take action. This message is for the entire world. ഈ അറ്റാക്കിന് പിന്നിൽ ആരായാലും, അതൊരു വ്യക്തിയോ രാജ്യമോ ഇനി എന്ത് തന്നെ ആയാലും, അവരെവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവരെ കണ്ടെത്തും, ശിക്ഷിക്കും. ഇത് ഈ ലോക ജനതയ്ക്കുള്ള സന്ദേശമാണ്. ബീഹാറിൽ നടന്ന ഇലക്ഷൻ റാലിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. ഇതുകൂടാതെ പാകിസ്ഥാനെതിരെ വളരെ ഡിപ്ലോമാറ്റിക്കായ തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 60 വർഷത്തോളം ഇന്ത്യ പാകിസ്ഥാനിടയിൽ ഒരു പ്രശ്നവുമില്ലാതെ പരസ്പര സഹകരണത്തോടെ പകുത്തെടുത്ത ഒരു ജലസ്രോതസ്സാണ് സിന്ധു നദി. ഈ ഉടമ്പടി നിർത്തിവെക്കുന്നു എന്നതായിരുന്നു ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ആദ്യ മറുപടി. എന്താണ് ഈ ഉടമ്പടി? ഏകദേശം 60 വർഷങ്ങൾക്ക് മുന്നേ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ സിന്ധു നദിയിലെ ജലവും അതിന്റെ പോഷക നദിയിലെ ജലവും ഏകദേശം 20-30% ഇന്ത്യയും 70-80% പാകിസ്ഥാനും വിനിയോഗിക്കാം. പാകിസ്ഥാന്റെ ഭൂരിഭാഗം കൃഷിയും ഏകദേശം 50% വരുന്ന ജനതയും ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ 60 വർഷമായി ഉണ്ടായിരുന്ന ഈ കരാർ പാകിസ്ഥാന്റെ പല ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നിട്ടും പല പ്രേരണകൾ ഉണ്ടായിട്ടും ഇന്ത്യ ലംഘിച്ചിരുന്നില്ല. കാരണം ഒരുപക്ഷെ ഇന്ത്യ ഈ കരാർ ലംഘിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലൂടെയാണ് സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമെല്ലാം ഒഴുകുന്നത്. അതൊരുപക്ഷെ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചേക്കാം. അത്തരമൊരു കരാറിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കൈവച്ചിരിക്കുന്നത്. അതിനു മറുപടിയായി പാകിസ്ഥാൻ ഒരു അനൗൺസ്മെന്റ് നടത്തി. തങ്ങളുടെ ജലസ്രോതസ് തടയുന്നതിനെ ഒരു യുദ്ധമുറയായാണ് ഞങ്ങൾ കണക്കാക്കുന്നതെന്നും അതിനെതിരെ ഒരു മിസൈൽ ടെസ്റ്റ് നടത്തുമെന്നും അവർ പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞു തീരുന്നതിനു മുന്നേ ഇന്ത്യ INS സൂററ്റ് എന്ന പുതിയ യുദ്ധക്കപ്പൽ അറബിക്കടലിലൂടെ പാകിസ്ഥാൻ അടുത്തേക്ക് അയക്കുകയും ഒരു മീഡിയം റേഞ്ച് മിസൈൽ ടെസ്റ്റ് നടത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ഇന്ത്യ അങ്ങനെയാണ്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ത്യക്കാർ. മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം സൈന്യവും ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ശേഷം പത്രങ്ങളിലും TV ചാനലുകളിലും നമ്മൾ കണ്ടതുപോലെ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാനികളോടും തിരിച്ചു പോകാനും പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരോട് തിരിച്ചു വരാനും പറഞ്ഞു. ഇന്ത്യയുടെ വികാരമാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച്. ഇനി ഭാവിയിൽ ഒന്നിച്ചുള്ള ക്രിക്കറ്റ് മാച്ചുകൾ പരമാവധി ഒഴിവാക്കണമെന്ന് BCCI ICCക്ക് ഇന്റർനാഷണൽ ഇന്ത്യൻ ക്രിക്കറ്റ് കമ്മിറ്റിക്ക് നിവേദനം അയച്ചു കഴിഞ്ഞ ഫോറിൻ എൻവോയ്സ്, അതായത് UK, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ചുകൂട്ടി എന്താണ് സംഭവിച്ചത് എന്നതിന് വിശദീകരണം നൽകുകയും ചെയ്തു. ഈ ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാന്റെ ശക്തമായ കരങ്ങളുണ്ടെന്നും പാകിസ്ഥാന്റെ ലഷ്കർ-ഇ-തായിബ് എന്ന സംഘടനയാണ് ഇതിനു പിന്നിലെന്നും പാകിസ്ഥാനികളായ 2 പേർ ഈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. ഇതിന് തിരിച്ചടിയായാണ് പാകിസ്ഥാൻ ഷിംല കരാർ ലംഘിക്കുമെന്ന് അനൗൺസ് ചെയ്തത്. അവരുടെ തീരുമാനത്തിൽ ഏറ്റവും മണ്ടത്തരമായ ഒന്നായിരിക്കും ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ IQ ലെവൽ പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 1970-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ പാകിസ്ഥാൻ തോൽക്കുകയും തുടർന്ന് സമാധാനം നിലനിർത്താനായി എഴുതി തയ്യാറാക്കിയ കരാറുമാണിത്. ഇനി തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും യുദ്ധത്തിൽ കലാശിക്കില്ലെന്നും പരസ്പരം പറഞ്ഞു തീർക്കുമെന്നും ഇപ്പോഴുള്ള ലൈൻ ഓഫ് കൺട്രോളിനെ പൂർണ്ണമായും അംഗീകരിക്കുമെന്നതാണ് ഈ കരാർ. പാകിസ്ഥാന്റെ എക്കണോമി പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ഇന്ത്യയുമായുള്ള സമാധാന കരാർ ലംഘിക്കുന്നതിലൂടെ പാകിസ്ഥാൻ സ്വന്തം നാശത്തിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ ചില വാക്കുകളാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി. അടുത്തതായി, പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയ വളരെ ശക്തമായ തിരിച്ചടി എന്ന് അവർ സ്വയം വിശ്വസിക്കുന്നത് വ്യോമപാത തടയുക എന്നതാണ്. ഇതുകൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന ബാധിപ്പ് എന്തെന്നാൽ, ചില പാതകളിൽ തടസ്സമോ പണിയോ നടക്കുമ്പോൾ കുറച്ചധികം ദൂരം സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതുണ്ട്. അതുപോലെ പല വിമാനയാത്രകളും കുറച്ചധികം ദൂരമായിരിക്കും. അതായത് അതിനുപയോഗിക്കുന്ന ഇന്ധനവും സമയവും കൂടും, അത്രമാത്രം. ഇനി പാകിസ്ഥാൻ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വളരെയധികം ബാക്ക്ലാഷ് ഉള്ള പാകിസ്ഥാനെ പോലൊരു രാജ്യം ഈ വ്യോമപാത തടയുന്നതിലൂടെ ഈ വ്യോമപാതയ്ക്കായി ഇന്ത്യയിൽ നിന്നും അവർ വാങ്ങിയിരുന്ന ഒരു നിശ്ചിത തുക ഇനി മുതൽ ഇല്ലാതാകുന്നു എന്നതാണ്. ഈ സംഭവത്തിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. റീസെന്റായി നടന്ന ഓൾ പാർട്ടി മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ ആക്രമണത്തിനെതിരെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് നടപടിയെടുക്കുന്നുവോ അതിനോടൊപ്പം ഫുൾ സപ്പോർട്ടുമായി കൂടെയുണ്ടാകുമെന്ന്. ചില ചോദ്യശരങ്ങൾ പഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുണ്ടായെങ്കിലും അതിന് വ്യക്തമായ മറുപടി നൽകിയതോടുകൂടി പൂർണ്ണമായ പിന്തുണ കൽപ്പിച്ചാണ് അന്ന് ആ മീറ്റിംഗ് അവസാനിച്ചത്.
ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ വിളിച്ച് തങ്ങളുടെ സംസ്ഥാനത്തുള്ള പാകിസ്ഥാനികളെ ഉടൻ തന്നെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നടന്നതോടുകൂടി പല തീവ്രവാദ സംഘടനകളുടെയും നേതാക്കൾ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. ടെററിസ്റ്റ് ഹാഫിസ് സയ്യിദ് ഇന്നലെ ഒരുപക്ഷെ നിങ്ങൾ സിന്ധു നദീജല കരാർ ലംഘിച്ചാൽ, ഞങ്ങളുടെ ജലസ്രോതസ് ഇല്ലാതാക്കിയാൽ കാശ്മീരിലെ പുഴകളിലും നദികളിലും ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കും എന്ന് പറഞ്ഞു. പാകിസ്ഥാനി പൊളിറ്റീഷ്യൻ ബിൽവാൽ ഭുട്ടോ പാകിസ്ഥാനെ ഇന്ത്യ പഴിച്ചതുകൊണ്ട് തീവ്രവാദം ഇല്ലാതാകില്ലെന്നും നദിയിൽ ഒന്നില്ലെങ്കിൽ ജലം അല്ലെങ്കിൽ രക്തം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒഴുകുമെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഒരു വാക്കിന് കാത്തിരിക്കുകയാണ് വ്യോമസേനയും കരസേനയും നാവികസേനയും. രാജ്യം സർവ്വസജ്ജമായിരിക്കുന്നു. ലോകവ്യാപകമായി ഓരോ രാജ്യത്തും ഇന്ത്യക്കാർ പോരാടുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ. കുറച്ചു നേരം മുന്നേ ലണ്ടനിലെ പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനു മുന്നിൽ പ്രതിഷേധത്തിനെത്തിയ ഇന്ത്യക്കാരോട് അവരുടെ കഴുത്തു വെട്ടുമെന്ന് ഡിഫൻസ് കമ്മീഷണർ പാക് അറ്റാഷെ തൈമൂർ റഹ്മാൻ ആംഗ്യം കാണിച്ചു. ഇതൊക്കെ പാക് ജനതയുടെ പിടിച്ചു നിൽക്കാനുള്ള വെറും തന്ത്രം മാത്രം. പക്ഷെ ഇനിയും നിശബ്ദത പാലിക്കുന്നത് ഈ തീവ്രവാദത്തിനൊരു പരിഹാരമാകില്ല. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ ഊഹിക്കാനാവില്ല. ഇത്രമാത്രം പറയാം, നോ റിലീജിയൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ടെററിസം. പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ഫോർ ടെററിസം ആൻഡ് വയലൻസ്. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ സ്വന്തം നീർമാതളം.